റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കാൻ വിഴിഞ്ഞത്ത് മറൈൻ എൻഫോഴ്സ്മെന്റ് ജീവനക്കാരും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. മറൈൻ ആംബുലൻസും മത്സ്യത്തൊഴിലാളികളെ നിരീക്ഷിക്കാനുള്ള CCTV ക്യാമറകളും തകരാറിലാണ്. സംസ്ഥാന പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് മറൈൻ എൻഫോഴ്സ്മെന്റിൽ ജീവനക്കാരെ ഇപ്പോൾ നിയമിക്കുന്നത്. സീസൺ എത്തിയതിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം മത്സ്യത്തൊഴിലാളികളാണ് വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നത്. ഫിഷറീസ് വകുപ്പ് സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്ന് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ജീവനക്കാരുടെ പ്രതിസന്ധി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫിഷറീസ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകി. ഇതിന്റെ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർ ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ ചെയ്യണം. അവിടെ വേണ്ട സുരക്ഷ ഇതുവരെയും ഇല്ല. മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും കടലിൽ അപകടം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ സഹിതം, നേഴ്സ്, അറ്റൻഡർമാർ സഹിതമുള്ള പ്രതീക്ഷാ ബോട്ട് തന്നെ കട്ടപ്പുറത്താണ്. ഞാൻ ഈയിടയ്ക്ക് MLA വിളിച്ചു, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ എല്ലാം വിളിച്ചപ്പോഴേക്കും ഇതുവരെയും കളക്ടർ ഈ ബന്ധപ്പെട്ടവരെ ആരെയും ഇതുവരെയും വിളിച്ചിട്ടില്ല. CCTV വച്ചിട്ട് പോലും മോഷണം നടക്കുന്നില്ലേ? വിഴിഞ്ഞ ഹാർബറിൽ എത്രയോ മത്സ്യത്തൊഴിലാളികളുടെ ഔട്ട് ബോർഡ് എഞ്ചിനും മോഷ്ടിച്ചിട്ട് പോയി. ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അരുൺ സോളമനുണ്ട് നമുക്കൊപ്പം. അരുൺ, അപ്പോൾ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ്, ജീവിതമാണ്, ജീവിതത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഇവർ ആഗ്രഹിക്കുന്നത്? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉടൻ പ്രതീക്ഷിക്കാം. ഷിക്കാസ്, എല്ലാ വർഷവും പ്രത്യേകിച്ചും സീസൺ അടുക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം പോലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അതാത് ജില്ലകളിൽ ഈ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃയോഗങ്ങൾ വിളിക്കും. ആ യോഗത്തിൽ വിലയിരുത്തിയതിനു ശേഷമാണ് ഇവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോൾ സീസൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കാലവർഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വിഴിഞ്ഞം ഹാർബർ കേന്ദ്രീകരിച്ച് യാതൊരുവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് നിലവിൽ സംഘടന മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ കഴിഞ്ഞ കുറേ കാലമായി, അവിടെ മാസങ്ങളായിട്ട് അവരുടെ ഈ മറൈൻ ആംബുലൻസ് പ്രതീക്ഷ കട്ടപ്പുറത്തായ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് ഒരു പരിഹാരം, ബദൽ പരിഹാരം പോലും കണ്ടെത്താൻ ഇതുവരെയും ഫിഷറീസ് വകുപ്പിന് കഴിഞ്ഞിട്ടില്ലാത്തുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലെത്തി ഇനി വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു വിഷയം പരിഹരിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കടലിൽ പോകാതിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ്. ഇപ്പോൾ സീസൺ അടുപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിൽ നടക്കം, തമിഴ്നാട്ടിൽ നടക്കം ഈ മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ CCTV അടക്കമുള്ള നല്ല 2 ഫിഷറീസ് ബോട്ടുകൾ, ആംബുലൻസ് ബോട്ടുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിന് കൊട്ടേഷൻ നൽകിയെന്നുള്ള ഒരു വിവരം ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതിവേഗം തയ്യാറാക്കേണ്ടതാണ്. കാരണം 3 മാസത്തിലധികമായി പ്രതീക്ഷാ ബോട്ട് കട്ടപ്പുറത്തായിട്ടും അതിന് വേണ്ടുന്ന, അത് പരിഹരിക്കാൻ വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് ഏറെ അവരുടെ ഒരു ദുരവസ്ഥ കാണിക്കുകയാണ്. മറ്റൊന്ന്, ഈ മറൈൻ എൻഫോഴ്സ്മെന്റിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ്. SI അടക്കം 7 ഉദ്യോഗസ്ഥരാണ് നിലവിലുള്ളത്. അവരുടെ ഓഫീസ് പോലും ഏത് നിമിഷവും നിലംപൊത്താവുന്ന ഒരു ഓഫീസിലാണ് ഈ ജീവനക്കാരൊക്കെയും തൊഴിലെടുക്കുന്നത്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ആപത്ത് വന്നാൽ അവരെ അറിയിക്കേണ്ട സാറ്റലൈറ്റ് സംവിധാനങ്ങൾ പോലും നിലവിൽ തയ്യാറായിരിക്കുന്നു. ഇനി അത് അറിയിച്ചാൽ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് കടലിൽ പോകേണ്ടുന്ന ബോട്ടുകൾ പോലും നിലവിലില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വിഴിഞ്ഞത്തുള്ളത്. ഈ സംസ്ഥാന പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ഈ മറൈൻ എൻഫോഴ്സ്മെന്റിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാറുള്ളത്. പക്ഷേ നാളിതുവരെയും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പും അതുപോലെ ഫിഷറീസ് വകുപ്പും ഒക്കെ വളരെ ഏകോപനപരമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ, നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഇടപെടേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അതാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഷിക്കാസ്, ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്.